ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ കൂടുതൽ ഊർജിതമായി പുനരാരംഭിക്കപ്പെടുകയാണ്. മാധ്യമ സംഘത്തെ ഒന്നാകെ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ ഉറക്കമുളച്ചിരുന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമ സംഘത്തെ മാറ്റുന്നതെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരമില്ല. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അല്പസമയത്തിനകം സംഭവ സ്ഥലത്തെത്തും. അതുകൊണ്ട് സുരക്ഷാ കാരണങ്ങളാൽ മാറ്റുന്നു എന്ന ഒഴുക്കിൻമട്ടിലുള്ള ഒരു മറുപടി മാത്രമാണ് മാധ്യമ സംഘങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും തുടക്ക സമയത്തെ അലംഭാവത്തിന്റെ വാർത്തകൾ പുറം ലോകത്തെ അറിയിച്ചത് മാധ്യമങ്ങളായിരുന്നു. തുടർന്ന് ഏത് നിലയിലാണ് ഇനി രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, അതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയതും അവിടെ നിന്ന് മാധ്യമങ്ങൾ നൽകിയ തത്സമയ റിപ്പോർട്ടുകളായിരുന്നു. അങ്ങനെ അനുനിമിഷമുള്ള വിവരങ്ങൾ ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്ന മാധ്യമ സംഘത്തെ അവരുടെ ക്യാമറകൾക്ക് മേൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട്, നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആ മാധ്യമ സംഘത്തെ അവിടെ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള വിവരങ്ങൾ, ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്നത് നൽകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനി അധികൃതർ നൽകുന്ന വിവരങ്ങൾ മാത്രമേ കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. അതിൽ എത്രത്തോളം പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയുമെന്ന സംശയവും അവിടെ മാധ്യമങ്ങൾക്കുണ്ട്. ഏതായാലും ആർമി സംഘം എത്തുന്നതോടുകൂടി അതിനിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ കടക്കുകയാണ്. ഈ ആർമിയുടെ പ്രത്യേക പരിശീലനം ലഭിച്ച ഈ സംഘത്തിന്റെ തിരച്ചിലിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ അർജുന്റെ കുടുംബവും അർജുന്റെ നാട്ടുകാരും ലോകമെമ്പാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികളും. അർജുൻ ജീവനോടെ തിരികെ വരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനകളാണ് നാടിനൊന്നാകെ ഉള്ളത്. ഏതായാലും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു, ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അർജുനെ കുറിച്ച് ഒരു വിവരവും ലഭ്യമായിട്ടില്ല. അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി അകപ്പെട്ടിരിക്കുന്ന ഇടമേത് എന്ന് പോലും കൃത്യമായി കണക്കാക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അതിന് പുറമെയാണ് പ്രതികൂലമായ കാലാവസ്ഥ. കനത്ത മഴ രക്ഷാദൗത്യത്തിന് എത്രത്തോളം തടസ്സമാകുമെന്ന ആശങ്ക ആർമി സംഘം എത്തുമ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആഷ്മി, ഇനിയിപ്പോൾ എല്ലാ പ്രതീക്ഷയും ഇപ്പോൾ ആർമി സംഘത്തിന്റെ തിരച്ചിലിലാണ്. എനിക്ക് തോന്നുന്നു പ്രത്യേകം പരിശീലനം ലഭിച്ച ഒരു സംഘം എന്ന നിലയിൽ വരുന്ന മണിക്കൂർ വളരെ നിർണായകമാണ്. എന്തെങ്കിലും ഒന്ന് അർജുനെ കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ഉറപ്പായും ഇതിനേക്കാൾ 10 മടങ്ങ് മാസീവായ ഓപ്പറേഷൻ നടത്തി ശീലമുള്ള സൈന്യത്തിന് ഇതിൽ ചില നിർണായക കാര്യങ്ങൾ ഉറപ്പായും ചെയ്യാനുണ്ട് ഗോപി. എന്താകും സൈന്യം എത്തിയതിനു ശേഷം അവരുടെ സ്ട്രാറ്റജി, റെസ്ക്യൂ സ്ട്രാറ്റജി എന്നുള്ളത് വളരെ ആകാംക്ഷാഭരിതമാണ്. കാര്യം ഈ സമയം അത്രയും ഇപ്പോൾ ഗോപി അവിടെ മഴ പെയ്യുന്നുണ്ട് ശരിയാണ്, അവിടെ മണ്ണിടിയുന്നുണ്ട് ശരിയാണ്, അവിടെ നനഞ്ഞ മണ്ണാണ്, മണ്ണടരുകൾ ഇളകി വീഴുന്നു, ഒരുപക്ഷെ വീണ്ടും മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പോലും ഹസാർഡ് മാനേജ്മെൻറ്റിൽ അത്തരത്തിൽ എന്താണ് ഈ പ്രശ്നം കാരണം ഞങ്ങൾ മാറി നിൽക്കുന്നു എന്നൊരു പറച്ചിൽ ഹസാർഡ് മാനേജ്മെൻറ്റ് എന്തായാലും ഇല്ല. അത് അസാധാരണ സാഹചര്യമാണ്. അസാധാരണ സാഹചര്യമാകുമ്പോൾ അസാധാരണ രീതിയിലേക്ക് തന്നെ അതിൻ്റെ തെരച്ചിലും റെസ്ക്യൂ രീതികളും മാറണം. അതിനുവേണ്ടിയുള്ള ഒരു ഇച്ഛാശക്തി പ്രകടമാക്കൽ നമ്മൾ ദൗർഭാഗ്യവശാൽ ഏതാണ്ട് ഈ സമയം വരെയും അത് കാണുന്നില്ല എന്നുള്ള കാര്യം ഏറ്റവും വ്യക്തമാണ്. ഇനി സൈന്യം വരാൻ പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ജമ്മു കാശ്മീരിലടക്കം അല്ലെങ്കിൽ ഇത്തരത്തിൽ പല ടെറൈനിലടക്കം പല രീതിയിൽ മണ്ണിടിച്ചിലും മഞ്ഞിടിച്ചിലും അടക്കം നേരിട്ടവരാണ്, അതിനെ അതിജീവിച്ചവരാണ്, അതിനെ അവിടെ രക്ഷാദൗത്യം നടത്തിയവരൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അനുഭവ പരിചയമൊക്കെ വെച്ച് എന്താകും സൈന്യത്തിൻ്റെ ഇവിടുത്തെ ഒരു പ്ലാൻ എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അത് മാത്രമല്ല ഗോപി, ഈ പറഞ്ഞ സാങ്കേതിക വിദ്യയിൽ നമ്മൾ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ 10 മടങ്ങ് എഫക്റ്റീവായുള്ള ടെക്നോളജിക്കൽ സപ്പോർട്ട് സൈന്യത്തിനുണ്ട്. ഈ ബൽഗാമിൽ തന്നെ തെർമൽ സെൻസർ ഉണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നു. അപ്പോൾ അത്തരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായ സങ്കേതങ്ങൾ ഉപയോഗിക്കാൻ സൈന്യത്തിന് കഴിയും. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഗോപി, ഇപ്പോഴും പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാരത്ത് ഒരു 250 മീറ്റർ നീളത്തിൽ ഒരു മല കണക്കെ ഇടിഞ്ഞു വീണ മൺകൂനയ്ക്കുള്ളിൽ 100-120 മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ അർജുൻ അതിജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോഴുമുള്ള പ്രതീക്ഷ. അത് പറയാനുള്ള കാരണങ്ങൾ പലതാണ്. ഈ വണ്ടി ആദ്യം ഒന്ന് ഓഫായി, പിന്നീട് ഓണായി, പിന്നെ ഓഫായി എന്നുള്ളത് അതിനുള്ള അർജുൻ്റെ സാന്നിധ്യം പ്രതീക്ഷാപൂർവ്വം നമ്മളെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. GPS ലൊക്കേഷൻ 16-ാം തീയതി രാവിലെയും ഭാര്യ ആ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ അടിക്കുന്നു എന്നുള്ളതൊക്കെ ഈ ഗംഗാവലി പുഴയിലേക്ക് എന്തായാലും ഈ ലോറി മറിഞ്ഞ് ഒലിച്ചു പോയിട്ടില്ല എന്നുള്ള നേവിയുടെ പല തലത്തിൽ നടന്ന പരിശോധനകളും സ്ഥിരീകരണമൊക്കെ നമുക്ക് പിന്നെ പ്രതീക്ഷ നൽകുന്നതാണ്. മാത്രമല്ല ഏതാണ്ട് കൃത്യമല്ലെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഷാർപ്പ് അല്ലെങ്കിൽ പ്രിസൈസ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഒരു GPS ലൊക്കേഷൻ ഉണ്ട്. ആ GPS ലൊക്കേഷനിൽ നമ്മുടെ അർജുനുള്ള വണ്ടിയുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷ. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ നേരത്തെ കാർവാർ MLA പറയുന്നുണ്ടായിരുന്നു, 1 മണിക്കൂറിനുള്ളിൽ ആ ഭാഗത്തെ മണ്ണ് നീക്കാൻ കഴിയും എന്നത് തന്നെയാണ് പ്രതീക്ഷ. ഏതെങ്കിലും തരത്തിൽ ആ വണ്ടിയുടെ പ്രിസൈസ് ലൊക്കേഷൻ കണ്ടെത്തിയാൽ ആ വണ്ടി പുറത്തെത്തിക്കാൻ കഴിവുള്ള ഐഡിയ ഉള്ള രഞ്ജിത്തിനെ പോലെയുള്ള ആൾക്കാർ ഇതിനോടകം തന്നെ അവിടെയുണ്ട്. സേന കൂടി എത്താൻ പോകുന്നു. അപ്പോൾ ഇത്തരം ഓപ്പറേഷനുകളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുള്ള, ഒരുപാട് പേരെ റെസ്ക്യൂ ചെയ്തിട്ടുള്ള, ഒരുപാട് വാഹനങ്ങളടക്കം പുറത്തെടുത്തിട്ടുള്ള സേന കൂടി എത്തുമ്പോഴേക്കും വലിയ നമുക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. അതുകൊണ്ടാണ് ആ കുടുംബം അതിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഒരു അമ്മയടക്കമുള്ളവർ പറയുന്നുണ്ടായിരുന്നു,
ഒന്ന് ആലോചിച്ച് നോക്കണം ഗോപി, സ്വന്തം പുത്രൻ ജീവനോടെ ഉണ്ടോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊരു അമ്മയ്ക്ക് പറയേണ്ടി വരുന്നത് അങ്ങേയറ്റത്തെ ഒരു നിരാശയിലാണ്, പ്രത്യാശ നഷ്ടത്തിലാണ്. അപ്പോൾ അവരടക്കം ആവശ്യപ്പെട്ടത് കേരളത്തിൽ നിന്നുള്ള രക്ഷാദൗത്യ സംഘത്തെ അങ്ങോട്ടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ സൈന്യത്തെ ഇറക്കുക എന്നുള്ളതാണ്. എന്തായാലും ആദ്യ ഓപ്ഷൻ നടന്നില്ല, രണ്ടാം ഓപ്ഷൻ അല്പസമയത്തിനകം പ്രാക്ടിക്കലാകാൻ പോകുന്നു, പ്രാവർത്തികമാകാൻ പോകുന്നു. എന്തായാലും പ്രതീക്ഷകൾ തന്നെയാണ്. ശരി ഹാഷ്മി, നമുക്ക് തിരികെ വരാം.